വയനാട്ടിലെ ജനവാസ മേഖലയിലെത്തിയ ബേലൂർ മഖന വീണ്ടും കർണാടകയിലേക്ക് പോയി. കബനി നദി കടന്ന് കർണാടകയിലെ മച്ചൂർ ഭാഗത്തേക്കാണ് ആന നീങ്ങുന്നത്. കമൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കമൽ. ഇതിങ്ങനെ ദിവസങ്ങളായി നീണ്ടുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലേക്ക് വരുന്നു, വീണ്ടും കർണാടകത്തിലേക്ക് പോകുന്നു. എന്താണ് ദൗത്യ സംഘത്തിന്റെ ഇപ്പോഴത്തെ നിലപാട്? ഇതിനെ മയക്കുവെടി വെച്ച് പിടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണോ, അതോ ഈ ദൗത്യം ഇനി നീണ്ടു പോകുന്നതിനനുസരിച്ച് ദൗത്യവും വെള്ളം ചേർക്കപ്പെട്ട് അങ്ങനെ ലളിതമായി പോയിക്കൊണ്ടിരിക്കുമോ? പക്ഷേ ആന ഇപ്പോൾ വീണ്ടും കർണാടകയിൽ പോയിരിക്കുന്നു. ഇന്ന് രാവിലെ വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം പൂർണ്ണമായും ജനവാസ മേഖലയായ പെരിക്കല്ലൂരിൽ ആന എത്തി. അതായത് കബനി നദി, ഇന്നലെ കർണാടകയിലെ നാഗർഹോളെ കടുവാ സങ്കേതത്തിലാണ് ആന ഉണ്ടായിരുന്നത്. 2 ദിവസമായി അവിടെയാണ് ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് കിഴക്ക് ഭാഗത്തേക്ക് നീങ്ങി കബനി നദി നീന്തിക്കടന്നു കേരളത്തിലേക്ക് എത്തുകയായിരുന്നു. അത് പെരിക്കല്ലൂർ മേഖലയാണ്, പൂർണ്ണമായും ജനവാസ കേന്ദ്രമാണ്. പക്ഷേ നേരം പുലർന്നപ്പോഴേക്കും ആന തിരിച്ച് ഈ പുഴ കടന്ന് കർണാടകയിലെ മച്ചൂർ ഭാഗത്തേക്ക് നീങ്ങി. തൽക്കാലത്തേക്ക് ആശ്വസിക്കാം. പക്ഷേ ബേലൂർ മഖന കേരളം വിട്ടുപോകാൻ ഒരു സാധ്യതയുമില്ലെന്ന് ഇന്നത്തോടെ മനസ്സിലായിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് കടക്കാം. അതുകൊണ്ട് ദൗത്യസംഘം പൂർണ്ണമായും ജാഗ്രതയിലാണ്. ഇന്ന് ജനവാസ മേഖലയിൽ നിന്ന് ആനയെ കർണാടകയിലേക്ക് കയറിപ്പോയെങ്കിലും വീണ്ടും എപ്പോ വേണമെങ്കിലും തിരിച്ചെത്താവുന്ന സാധ്യതയാണുള്ളത്. ശരി കമൽ.